ഈജിപ്തിന്റെ പിരമിഡുകൾക്കടിയിൽ മധ്യ അമേരിക്കൻ വനാന്തരങ്ങളിൽ, തുർക്കിയുടെ പർവ്വതനിരകളിൽ, മഹാസമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ഇവിടെയെല്ലാം പൗരാണിക സംസ്കൃതിയുടെ അറിവുകൾ കിടക്കുന്നുണ്ട് എന്ന് കരുതി ഈ ദേശങ്ങളിലെ ആരെങ്കിലും ആ അറിവുകൾ കണ്ടെത്തി അവയിലേക്ക് മടങ്ങാൻ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ലോകം എത്ര സഹസ്രാബ്ദം പിന്നിലേക്കാണ് പോകേണ്ടി വരിക? മനുഷ്യൻ തന്നെ വികസിച്ചു വരുന്നതിന് മുൻപുള്ള അക്കാലത്തെ ജീവിതമാണ് തിരികെ പിടിക്കേണ്ടതെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ബോധമുള്ള ഒരാളും അന്നാട്ടിലൊന്നും അങ്ങനെ പറയുന്നില്ല. ഇന്ത്യയിൽ മാത്രമാണ് പൗരാണിക ജീവിതം തിരികെ പിടിക്കണമെന്ന് മുട്ടിന് പറയുന്നത്. പൗരാണികതയാണ് മഹത്തരമെന്ന് വാദിക്കുന്നത് ഈ രാജ്യത്ത് മാത്രമാണ്. ഇംഗ്ലീഷ് പഠിച്ചാൽ ഇന്ത്യക്കാരൻ അല്ലാതായി എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്. അല്ലെങ്കിലും ഇന്ത്യക്കാരൻ എന്ന് പോലും പറയേണ്ടതില്ല എന്നാണ് കൊച്ചിയിൽ ചേർന്ന സർവകലാശാല വിസിമാരുടെ യോഗത്തെ RSS അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പേര് എല്ലാ രംഗങ്ങളിലും ഭാരത് എന്ന് മാറ്റണമെന്നാണ് ആ സമ്മേളനത്തിന്റെ ആഹ്വാനം. RSS എന്ന സംഘടനയ്ക്ക് അതിനനുവദനീയമായ മേഖലയിൽ പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് ഒരു തടസ്സവുമില്ല. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുകയറാൻ ഒരവകാശവും RSSനില്ല. ഇന്ത്യക്കുണ്ടാകേണ്ടത് ഏറ്റവും മതേതരമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. നമ്മുടെ ഭരണഘടന ആവശ്യപ്പെടുന്നത് ആ വൈജാത്യത്തെ അംഗീകരിക്കണമെന്നാണ്.